എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. ഷുഡ് യു റൈറ്റ് ആൻഡ് പ്രേ? എഴുതി വെച്ച് പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ നമ്മൾ റെക്കോർഡ് ഉണ്ടാക്കുകയാണ്. പ്രാർത്ഥനയ്ക്കൊരു ബുക്കുള്ളത് നല്ലതാണ്. എല്ലാവരോടും ഞാൻ പറയുകയാണ്, എൻ്റെ വചനം കേൾക്കുന്ന മക്കളോട് ഞാൻ പറയുകയാണ്, ഒരു ബുക്ക് വാങ്ങിയത്, അതിന് വലിയ വിലയൊന്നും ഇല്ലല്ലോ. എന്നിട്ടൊരു പേനായും വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ ബുക്കിൽ 1, 2, 3 എന്നും പറഞ്ഞ് എഴുതിയിടും. എന്നിട്ട് ദിനം പ്രതി എല്ലാം എടുത്ത് പ്രാർത്ഥിക്കാനൊക്കത്തില്ല. ആ ബുക്ക് എടുത്ത് കർത്താവിന് മുമ്പിച്ച് കൈവച്ച് പ്രാർത്ഥന. നമ്മുടെ കൈകൾ ഭയങ്കര കാര്യങ്ങൾ, അവൻ്റെ വലത് കൈ ഭയങ്കര കാര്യങ്ങളെ വെളിപ്പെടുത്തുമെന്ന് സങ്കീർത്തനം 45-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നമ്മളോട് ഇന്ന് ദൈവം പറയാൻ ഉദ്ദേശിക്കുന്ന വാക്യം, എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത് വേണോ വേണ്ടായോ? ചിലർക്കൊരു സംശയമുണ്ട്, ദൈവസന്നിധിയിൽ എഴുതിക്കൊണ്ട് പ്രാർത്ഥിക്കണം. എന്നോട് കൂടെ ഇന്ന് സ്ത്രീകൾ ചോദിക്കുന്നു കേട്ടോ, എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് അന്നേരം ചോദിക്കുമ്പോൾ ഒരു സംശയം വരും. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും റെക്കോർഡ് ചെയ്യും, എല്ലാം റെക്കോർഡ് ചെയ്യും. എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ ബുക്കുകളിൽ എഴുതും. അത് 2-3 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള വചനം എൻ്റെ അടുത്ത വശത്ത് ഞാൻ എഴുതും. ക്രമേണ വർഷങ്ങളായി പലതിനകത്തും ഈ വേദപുസ്തകത്തിൽ തന്നെ അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള എഴുതിയതിന് ഉത്തരം കിട്ടി എന്നുള്ളതും അതിൻ്റെ സൈഡിൽ തന്നെ ഞാൻ എഴുതിയിരുന്നു. ബിക്കോസ് ദേ ബിക്കം അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ. അപ്പം ഇന്ന് വായിക്കാൻ പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനം 56-8. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ? വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. എൻ്റെ ഉഴൽച്ചകൾ, എൻ്റെ അതായത് യു കീപ് ട്രാക്ക് ഓഫ് ഓൾ ഓഫ് മൈ സോറോസ്. ഉഴൽച്ച മീൻസ് സങ്കടങ്ങൾ. എല്ലാ സങ്കടവും അപ്പച്ചൻ അറിഞ്ഞിട്ടാണ് വരുന്നത്, അല്ല ഒന്നും അറിയാതെ വരുന്നില്ല, അറിയാതെ വരത്തില്ല. മനസ്സിലാക്കി, ഈ ദൈവം കാണുന്നുണ്ട്. യു ഹാവ് കളക്റ്റഡ് ഓൾ മൈ ടീയേഴ്സ് ഇൻ യുവർ ബോട്ടിൽ. എൻ്റെ കണ്ണുനീര് നിൻ്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. കണ്ണുനീര്, നമ്മുടെ കണ്ണുനീര് പഴയ കാലങ്ങളിൽ ആളുകൾ കണ്ണുനീര് വരുമ്പം അത് പാത്രത്തിൽ വാങ്ങിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നിടത്ത് കൊണ്ടുവെക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ പണ്ട് കാലങ്ങളിൽ ചെയ്യും. പക്ഷെ ഇവിടെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കി വെക്കണം. അപ്പോൾ ഈ കണ്ണുനീരിൻ്റെ, നമ്മുടെ കണ്ണുനീരെന്ന് പറയുന്നത് നമ്മുടെ രക്തം തന്നെയാണ്. നമ്മുടെ രക്തത്തിൻ്റെ വേറൊരു ട്രാൻസ്ഫോർമേഷനാണ്, ബ്ലഡായിട്ട് വരുന്നത്. അതുകൊണ്ടാണല്ലോ കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ ഇരുന്നപ്പം കർത്താവ് കരഞ്ഞപ്പോൾ അവൻ്റെ വേർപ്പ് രക്തത്തുള്ളിയായിട്ട് വീണു എന്ന് പറയും. കാരണം അത്രമാത്രം വേദന വന്നപ്പോൾ. അപ്പോൾ കണ്ണുനീര് കർത്താവിന് മുമ്പിൽ രക്തമായിട്ട് തന്നെ. അപ്പം ഞാൻ ഒരു ബുക്കിനകത്ത് വായിച്ച ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് ഉടനെ സ്വർഗത്തിൽ ചെന്നിട്ട് അദ്ദേഹം ദൈവം തിരിച്ചു വിട്ടു. ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഒത്തിരി പേർക്ക് ഈ കാലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർ സ്വർഗത്തിൽ ചെന്നപ്പം ഒരു മുറി കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഈ മുറി കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പം കർത്താവ് ആ മുറി തുറന്ന് കാണിച്ചപ്പം ആ മുറി അത്ര വിശാലമായൊരു മുറിയാണ്. ആ മുറിക്കകത്ത് നിറച്ച് ബോട്ടിലുകൾ, അതായത് കുപ്പികൾ നിരത്തി അങ്ങ് അടുക്കി അങ്ങ് വെച്ചിരിക്കുക. അപ്പോൾ അവൻ ചോദിക്കുന്നത് ഇതെന്താണെന്ന് ചോദിക്കും. അപ്പം കർത്താവ് പറയുന്നു, അത് ലോകത്തിലിരുന്ന് കരയുന്നവരുടെ കണ്ണുനീരെല്ലാം ഈ ബോട്ടിലിനകത്ത് കളക്ട് ചെയ്ത് ഇവിടെ സൂക്ഷിച്ചു വെക്കും. അപ്പം അവരടുത്ത് ചെന്നപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ അടുക്കലൊന്ന് കയറി ചെന്ന് നോക്കിയോട്ടെ. അപ്പോൾ പറഞ്ഞു കർത്താവ് ചെന്ന് നോക്കിയാൽ അവൻ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഈ ബോട്ടിലിനകത്തുള്ള കണ്ണുനീര് ചിലരുടെ കണ്ണുനീര് ക്രിസ്റ്റലായിട്ട്, അതായത് ഡയമണ്ടായിട്ട് മാറിയിട്ടുണ്ട്. ചിലരുടേതിനകത്ത് നല്ല പാലസുകൾ, അതായത് കൊട്ടാരങ്ങൾ അതിനകത്ത് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. ചിലരുടേതിനകത്ത് നല്ല മനോഹരമായ വസ്തുക്കൾ അതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഭൂമിയിലിരുന്ന് ഓരോ വ്യക്തികൾ കരയുമ്പം ആ കണ്ണുനീര് കുപ്പിക്കകത്താക്കി സ്വർഗത്തിൽ സ്റ്റോർ ചെയ്യുമ്പം അവരുടെ ആവശ്യങ്ങൾ ഭൂമിയിൽ എന്തുവായിരുന്നുവോ അവിടെ ചെയ്ത് തീർത്തു കഴിയുമ്പോൾ ഇവിടെ വരുന്നത്. അത് ആ ബോട്ടിലിനകത്ത് അതിൻ്റെ റിഫ്ലക്ഷൻ കാണിക്കും. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, അവരുടെ നേർവഴിക്കുള്ള ജീവിതം, ദൈവത്തോട് തിരിച്ചു വരാൻ വേണ്ടി അവർക്ക് എല്ലാം വലിയ കുഴപ്പമില്ല, കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ജീവിതത്തിൽ. പക്ഷേ ആത്മാവിൻ്റെ നിറവ് കർത്താവിന് വേണ്ടി ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ജീവിക്കുന്നുവെങ്കിൽ, നമ്മൾ അമ്മമാരും അപ്പന്മാരും വീട്ടിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നെടുവീർപ്പോട് കണ്ണുനീര് കർത്താവ് സ്വർഗത്തിൽ കുപ്പിക്കകത്ത് കയറ്റി വെച്ചിരിക്കുക. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പം ആ കുപ്പിക്കകത്ത് നമ്മുടെ മക്കൾ സന്തോഷത്തോടെ കളിക്കുന്നതായിരിക്കും. കാരണം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച ഏത് വിഷയമാണ് അവിടെ അതിന് ഉത്തരം കിട്ടുകയാണ്. അപ്പോൾ അവിടെ ആദ്യം ഉത്തരം കിട്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ആത്മീക ഗോളം ശരിയാക്കിയിട്ട് വേണം ജഡീക ഗോളത്തിൽ പ്രവർത്തിക്കാൻ. വി ആർ സ്പിരിറ്റ് ബീങ്, ആത്മീക മക്കളാണ് നമ്മൾ. എത്ര പേർക്കത് മനസ്സിലാകുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ പല പ്രാർത്ഥനകളും നീണ്ടു പോകുന്നതിൻ്റെ ഒരു റീസൺ നമ്മൾ ആത്മീയ തലത്തിൽ ജയമെടുക്കാത്തതുകൊണ്ടാണ്. ആത്മീയ തലത്തിൽ ഇപ്പം നമ്മൾ
എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം. ഇപ്പോൾ റെയ്നാൽ ബോങ്കെ അദ്ദേഹം ഒരു ജർമ്മൻ മിഷനറിയാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച ആളുകളെ ദൈവത്തിലാക്കിയത് ആഫ്രിക്കയിലാണ്. ഈ ആഫ്രിക്കയിൽ പോകുന്ന റെയ്നാൽ ബോങ്കെ അവർ ഒരു സ്ഥലം എടുത്തിട്ട്, ആ സ്ഥലം ഒത്തിരി മൈൽ കണക്കിന് ആളുകൾ വരും, അവരെടുത്തിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ട് അവിടെയാണ് മീറ്റിംഗ് നടത്തുന്നത്. അത് വർഷത്തിൽ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആയിരിക്കും. പക്ഷെ അവർ നോട്ട് ചെയ്യുന്നു, ആ സ്ഥലത്ത് പിന്നെ ആര് വന്ന് കാലി ചവിട്ടിയാലും അവിടെ അവർക്ക് അതിശയം നടക്കും. കാരണം അവിടെ അതിശയങ്ങൾ നടന്ന കോഡൻ്റ് ഓഫ് അല്ലെങ്കിൽ വേലി കെട്ടി പ്രാർത്ഥിച്ച അത് തന്നെ പള്ളികളിൽ, നല്ല ആത്മനിറവുള്ള പള്ളികളിൽ അല്ലെങ്കിൽ സഭായോഗം നടത്തുന്നിടത്ത് നമ്മൾ അവിടെ ഒരു കോൺസിക്രേറ്റ് ചെയ്യാന്ന് പറയും. അതായത് ഒരു പോർട്ടലായി മാറും. അവിടെ നമ്മൾ പിന്നെ അറിയാതെ കാലി ചവിട്ടിയാൽ പോലും പ്രാർത്ഥിക്കാൻ തോന്നും. ചില സ്ഥലങ്ങളിൽ ചെന്ന് നമുക്ക് നൂറ് നിൽക്കാൻ തോന്നത്തില്ല, മുട്ടുകുത്താൻ തോന്നും. എന്താ? അവിടെ ഒരു വിനയത്തിൻ്റെ ആത്മാവുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ദൈവം പറയുന്നത്, നിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഉറപ്പാണ്. നിൻ്റെ ഉഴൽച്ചകൾ, നിൻ്റെ വേദനകൾ ഞാൻ എണ്ണിയിരിക്കുക, അത് എൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ? അപ്പം കർത്താവിൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. സ്വർഗത്തിൽ പുസ്തകങ്ങളുണ്ട്, ജീവൻ്റെ പുസ്തകം, അന്നെന്നുള്ള ഡെയിലി മെമ്മറീസ് എഴുതുന്ന പുസ്തകം. അപ്പം നമ്മുടെ കാര്യങ്ങൾ എഴുതുന്ന ഒരു പുസ്തകം സ്വർഗത്തിലുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പുസ്തകം സൂക്ഷിക്കണം. ഞാൻ പ്രെയർ റിക്വസ്റ്റുകൾ പലരുടെയും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ലാസ്റ്റിൽ എപ്പോഴും കർത്താവ് വന്ന് കാണിക്കുന്ന ഒരു ഭാഗമാണ്, കർത്താവ് ഒരു ബുക്കും കൊണ്ട് വന്നിട്ട് അത് കർത്താവിൻ്റെ സ്വർണ്ണ ലിപികളിൽ അത് എഴുതിക്കൊണ്ട് പോകും. അത് കാണുമ്പം നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം സാധാരണ കൊണ്ടല്ല, മഷി കൊണ്ടല്ല എഴുതുന്നത്, സ്വർണ്ണത്തിൻ്റെ ലിപി കൊണ്ട് എഴുതിയേച്ച് അപ്പച്ചൻ പോയിച്ച് അവിടെ സ്വർഗത്തിൽ ചെന്ന് നോക്കിയേച്ച് ഒന്നുകൊണ്ട് ഓരോന്നിനും ഇങ്ങനെ ടിക്കിടുമ്പം അത് കാണുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സന്തോഷം. എന്നാൽ ഉത്തരം ഉടനെ കിട്ടുന്നില്ല, പക്ഷെ അത് കർത്താവിൻ്റെ പരിഗണനയിലാണ്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിൻ്റെ കണ്ണുനീരും ഭാരത്തിനും ഞാൻ അവ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അവയ്ക്ക് ഉത്തരം ഞാൻ അയക്കുകയാണ്. അപ്പോൾ ഈ 56-ാം സങ്കീർത്തനത്തിൽ അങ്ങനെയാ, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, മനുഷ്യൻ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. എപ്പോഴാണ് ഇത്? ദാവീദ് സത്യം പറഞ്ഞാൽ 1 സാമുവേൽ 21-ാം അധ്യായത്തിൽ 10 തൊട്ട് 15 വരെയുള്ള വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഈ ദാവീദിനെ ശൗല് കൊല്ലാൻ നോക്കുന്നു. അങ്ങനെ ദാവീദിന് പലതരത്തിലുള്ള ഉപദ്രവവും വേദനയും ഏകമായിട്ട് ഒറ്റയായിട്ട് ഓടി നടക്കുന്ന സമയത്ത് ദാവീദ് ഗത്തിൽ വെച്ച് ഫെലിസ്ത്യ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് അഭയം ചോദിക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ദാവീദ് വിചാരിക്കുകയാണ്, ശൗലിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്ന് എന്നെ ആരും കൊല്ലത്തില്ലെന്ന്. പക്ഷെ അവിടെയുള്ള സോൾജേഴ്സ് പറയുകയാണ്, ഈ മനുഷ്യനല്ലേ ഗോലിയാത്തിനെ കൊന്ന ആൾ, ഈ മനുഷ്യനല്ലേ ശൗല് 1000-നെ കൊന്നപ്പം ദാവീദ് 10,000-നെ കൊല്ലും. അപ്പം ദാവീദിന് മനസ്സിലായി, ഇവിടെ ജീവൻ രക്ഷയില്ല, ഇവിടെ വെച്ച് ഇവനെ കൊല്ലുമെന്നറിഞ്ഞപ്പോൾ എഴുതിയിട്ടുള്ളതാണ് ഈ 56-ാം സങ്കീർത്തനം. അതാണ് ദാവീദിൻ്റെ കണ്ണുനീരുകളും ദാവീദിൻ്റെ ദുഃഖത്തിനും. അപ്പം ദാവീദിൻ്റെ ആ വേദനയുടെ സമയത്ത് രചിച്ച ഒരു പാട്ടായിട്ട് അല്ലെങ്കിൽ ഒരു അധ്യായം, ഒരു സങ്കീർത്തനമായിട്ട് ഈ 56-ാം സങ്കീർത്തനം നമ്മൾ വായിക്കണം. അതിനകത്ത് എഴുതിയിട്ട്, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണം, അവ നിൻ്റെ പുസ്തകത്തിലല്ലേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. നമ്മൾ വിളിച്ചപേക്ഷിക്കണം. എപ്പം നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ കർത്താവ് എഴുന്നള്ളി വരും. സംശയം. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ചുമ്മാതെ ഈ പദം പറഞ്ഞു പ്രാർത്ഥന നിർത്തണം. എന്നിട്ട് ഈ സങ്കീർത്തനങ്ങൾ ഓരോന്നിനും പറ്റും. കർത്താവ് നമ്മളോട് പറയും. എന്നോട് കഴിഞ്ഞ ദിവസം കർത്താവ് 42-ാം സങ്കീർത്തനം എടുത്ത് വായിക്കും. എങ്ങനെ കേട്ടു? നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം പറയും. ഒരു ഇമ്പ്രഷൻ ആയിരിക്കും ചിലർക്ക് ഹൃദയത്തിൽ, പലർക്കും ദർശനത്തിൽ കൂടെ, പലർക്കും തോട്ട്സായിട്ട് വരും. ദൈവം സംസാരിക്കുന്ന ചെവി കൊണ്ട് നമ്മൾ കേൾക്കുന്ന പറഞ്ഞാൽ ചെവി കൊണ്ടല്ല കേൾക്കുന്നത്, അകത്തൊരു ശബ്ദം നമ്മൾ കേൾക്കും. ഇതൊക്കെ അനുഭവിക്കുന്ന പലരും എൻ്റെ വചനം കേൾക്കുന്നവർക്ക് ഈ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ദൈവം പറയുന്നത്, ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും, ഞാൻ യഹോവയിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ഇൻ ഗോഡ് വി ട്രസ്റ്റ്. ഇതാണ് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ മോട്ടോയാണ്. ഇൻ ഗോഡ് വി ട്രസ്റ്റ്, വി ഷാൽ നോട്ട് ബി ഫിയർഫുൾ ഓഫ് എനിത്തിങ്. ആ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുന്ന കാലത്തോളം അമേരിക്കയ്ക്ക് കുഴപ്പമില്ല. പക്ഷേ അമേരിക്ക സത്യദൈവത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിപ്പോൾ. പക്ഷേ ഇതിനകത്ത് ഇൻ ഗോഡ് വി ട്രസ്റ്റ്, അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാൻ ഭയപ്പെടില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ ദൈവത്തിന് മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. എടുത്തു വായിക്കുക 56-ാം സങ്കീർത്തനം. നമ്മുടെ കണ്ണുനീരും
നമ്മുടെ ദുഃഖങ്ങളും എല്ലാം അപ്പച്ചൻ്റെ പുസ്തകത്തിന് കണ്ണുനീര് കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ ദുഃഖങ്ങൾ പുസ്തകത്തിൽ അപ്പച്ചൻ്റെ ബുക്കിനകത്ത് എഴുതി വെച്ചു. അവയ്ക്കെല്ലാം നിറപടിയായിട്ട് ദൈവം ഉത്തരം തന്നുകൊണ്ടേയിരിക്കുകയാണ്. വാങ്ങിച്ചെടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. അതിപരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ ഉഴൽച്ചകളെ, ഞങ്ങളുടെ സങ്കടങ്ങളെ അവിടുന്ന് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീര് അപ്പച്ചൻ കുപ്പിയിൽ അല്ലെ തുരുത്തിയിലാക്കി സ്വർഗത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതിൻ്റെ ഉത്തരം അവിടെ ലഭിച്ചു കഴിയുമ്പം അതിവിടെ വരും. കർത്താവ് ഞങ്ങളുടെ കണ്ണുനീര് കണ്ടെങ്കിൽ അവയെല്ലാം അപ്പച്ചൻ ഓരോ ആവശ്യങ്ങൾക്ക് മുമ്പിൽ കരയുമ്പം അവയെല്ലാം അപ്പച്ചൻ്റെ പുസ്തകത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ട് സ്വർഗത്തിൽ സൂക്ഷിച്ചെങ്കിൽ അതിനുത്തരം വരുമെന്നുള്ള സംശയമില്ല. അപ്പച്ചൻ അയക്കുന്ന ഉത്തരങ്ങൾക്ക് കൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ, പ്രധാന ദൂതൻ കൂടെ കടന്നു വന്നിട്ട് അത് ഈ ലോകത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാതെ അവിടുന്ന് പോകത്തില്ല. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗങ്ങൾക്ക് വേണ്ടി, പണസംബന്ധമായ പ്രയാസങ്ങൾക്ക് വേണ്ടി, കഷ്ടത്തിലിരിക്കുന്നവർക്ക് എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ എങ്ങോട്ട് ഏത് സ്ഥലത്ത് പോകണമെന്ന് വിഷമിക്കുന്നവർക്കൊക്കെ, അതുപോലെ രോഗം, നടുവേദനയുള്ളവർക്കൊക്കെ, പലതരത്തിലുള്ള രോഗമുള്ളവർക്ക് എല്ലാ ഭാരങ്ങളിൽ നിന്നും വിടുതൽ കൊടുക്കുന്ന ഒരു ദിവസമാക്കി ഇന്ന് പ്രഖ്യാപിക്കുന്നു. നാഥൻ അത് ചെയ്തിരിക്കുന്നതിനാൽ നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.